ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടാങ്കിൽ ഉള്ള ജലത്തിന്റെ ഊർജം ഏതു തരം ഊർജമാണ്? ഉത്തരം സ്ഥിതികോർജം. ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടാങ്കിലുള്ള ജലത്തിന്റെ ഊർജം സ്ഥിതികോർജമാണ്. ഈ ജലം താഴേക്ക് ഒഴുകുന്നു എങ്കിൽ അത് ഗതികോർജമായി മാറും. ആദ്യമായി ക്ലോൺ ചെയ്യപ്പെട്ട നായ. ഉത്തരം സ്നപ്പി. ആദ്യമായി ക്ലോൺ ചെയ്യപ്പെട്ട നായയാണ് സ്നപ്പി. ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ചേർന്ന നായ. ഉത്തരം ലൈക്ക. ബഹിരാകാശത്ത് ആദ്യമായി എത്തിച്ചേർന്ന നായയാണ് ലൈക്ക. മോസുകളെ കുറിച്ചുള്ള പഠനം. ഉത്തരം ബ്രയോളജി. മോസുകളെ കുറിച്ചുള്ള പഠനമാണ് ബ്രയോളജി. ഏറ്റവും ചെറിയ ഫലം. ഉത്തരം വുൾഫിയ എറിസ്. വുൾഫിയ എറിസ് ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഫലം. 70 മൈക്രോഗ്രാം ഭാരമാണ് ഇതിനുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫലം. ഉത്തരം ജയന്റ് പംകിൻസ് അല്ലെങ്കിൽ ഭീമാകാരമായ മത്തങ്ങകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഫലമാണ് ജയന്റ് പംകിൻസ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. ഉത്തരം അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. 916 ഗോൾഡ് എത്ര ക്യാരറ്റ് സ്വർണമാണ്? ഉത്തരം 22. 916 ഗോൾഡ് 22 ക്യാരറ്റ് സ്വർണമാണ്. ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റിയുള്ള ലോഹം ഏതാണ്? ഉത്തരം പ്ലാറ്റിനം. ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റിയുള്ള ലോഹമാണ് പ്ലാറ്റിനം. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുള്ള മൂലകം. ഉത്തരം ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുള്ള മൂലകമാണ് ഫ്ലൂറിൻ. ഘർഷണം കുറയ്ക്കാനായി യന്ത്രങ്ങളിൽ ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകം ഏതാണ്? ഉത്തരം ഗ്രാഫൈറ്റ്. ഘർഷണം കുറയ്ക്കാനായി യന്ത്രങ്ങളിൽ ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു ലൂബ്രിക്കൻ അല്ലെങ്കിൽ സ്നേഹകം ആണ് ഗ്രാഫൈറ്റ്. മുകളിലേക്ക് എറിയുന്ന വസ്തു താഴോട്ട് വീഴുന്നതിന്റെ കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഉത്തരം ഐസക് ന്യൂട്ടൺ. മുകളിലേക്ക് എറിയുന്ന വസ്തു താഴോട്ട് വീഴുന്നു എന്ന ഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. ഭൂമിയുടെ ഭാരം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഉത്തരം ഹെൻറി കാവൻഡിഷ്. ഭൂമിയുടെ ഭാരം ആദ്യമായി കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം ഏതാണ്? ഉത്തരം ആവേഗബലം. ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗബലം. ഒരു ദ്രാവക പാടയോ ദ്രാവക ഉപരിതലമോ അതിന്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാനായി ഉളവാക്കുന്ന ബലത്തിന്റെ പേര്. ഉത്തരം പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ. ഒരു ദ്രാവക പാടയോ ദ്രാവകത്തിന്റെ ഉപരിതലമോ അതിന്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാനായി ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ. ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലം ഏതാണ്? ഉത്തരം കൊഹിഷൻ ബലം. ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബലമാണ് കൊഹിഷൻ ബലം. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം ഏതാണ്? ഉത്തരം അഡ്ഹീഷൻ ബലം. ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലമാണ് അഡ്ഹീഷൻ ബലം. വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ ഭൂമിയിലേക്ക് വീഴുന്നത് ഒരേ വേഗത്തിലാണെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഗലീലിയോ. വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ ഭൂമിയിലേക്ക് വീഴുന്നത് ഒരേ വേഗതയിലാണെന്ന് ആദ്യമായി തെളിയിച്ചത് ഗലീലിയോ ആണ്. വസ്തുക്കൾക്ക് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ധ്രുവപ്രദേശങ്ങളിൽ. വസ്തുക്കൾക്ക് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. ബലത്തിന്റെ യൂണിറ്റ്.
ഉത്തരം ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ആപേക്ഷികത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. ആപേക്ഷികത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീന്റെ ഏറ്റവും പ്രസിദ്ധമായ സമവാക്യം ഏതാണ്? ഉത്തരം E=mc². ഐൻസ്റ്റീന്റെ ഏറ്റവും പ്രസിദ്ധമായ സമവാക്യമാണ് E=mc². ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ഐസക് ന്യൂട്ടൺ. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. സ്പർശന തലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ എന്താണ് പറയുന്നത്? ഉത്തരം മർദ്ദം. സ്പർശന തലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ മർദ്ദം എന്നാണ് പറയുന്നത്. കാപ്പാടം ഏത് വിളയുടെ ഇനമാണ്? ഉത്തരം തെങ്ങ്. കാപ്പാടം എന്നത് തെങ്ങിന്റെ വകഭേദമാണ്. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കിയ കീടനാശിനി ഏതാണ്? ഉത്തരം എൻഡോസൾഫാൻ. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കിയ കീടനാശിനിയാണ് എൻഡോസൾഫാൻ. കേരളത്തിൽ പൈനാപ്പിൾ കൃഷിക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം എതിഫോൺ. കേരളത്തിലെ പൈനാപ്പിൾ കൃഷിക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന ഹോർമോൺ ആണ് എതിഫോൺ. കേരളത്തിൽ രണ്ടാം വിള നെൽകൃഷി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം മുണ്ടകൻ. കേരളത്തിലെ രണ്ടാം വിള നെൽകൃഷിയെ മുണ്ടകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉപഗ്രഹ സഹായത്താൽ നടത്തുന്ന കൃഷി രീതിയുടെ പേര് എന്താണ്? ഉത്തരം പ്രെസിഷൻ ഫാമിംഗ്. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന കൃഷി രീതിയാണ് പ്രെസിഷൻ ഫാമിംഗ്. ഹരിതകം ഇല്ലാത്ത സസ്യം ഏതാണ്? ഉത്തരം ഫംഗസ് അല്ലെങ്കിൽ കുമിൾ. ഹരിതകം ഇല്ലാത്ത സസ്യമാണ് കുമിൾ അല്ലെങ്കിൽ ഫംഗസ്. ഇലയുടെ പരന്ന ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരം പത്രപാളി അല്ലെങ്കിൽ ലാമിന. പത്രപാളി അല്ലെങ്കിൽ ലാമിന എന്നാണ് ഇലയുടെ പരന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേര്. ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളെ പറയുന്ന പേര്? ഉത്തരം കല അല്ലെങ്കിൽ ടിഷ്യൂ. ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരു കൂട്ടം കോശങ്ങളെ പറയുന്ന പേരാണ് കല അല്ലെങ്കിൽ ടിഷ്യൂ. സസ്യകോശ ഫേനങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണ്? ഉത്തരം കോശരസം. സസ്യകോശ ഫേനങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് കോശരസം. വിത്തിലെ ഏത് ഭാഗമാണ് വേരായി വളരുന്നത്? ഉത്തരം റാഡിക്കിൾ. വിത്തിൽ വേരായി വളരുന്നത് റാഡിക്കിൾ ആണ്. വിത്തിലെ ഏത് ഭാഗമാണ് കാണ്ഡമായി മാറുന്നത്? ഉത്തരം പുഡ്യൂൾ. വിത്തിലെ പുഡ്യൂൾ എന്ന ഭാഗമാണ് കാണ്ഡമായി മാറുന്നത്. ഏകബീജ പത്രസസ്യങ്ങളുടെ വിത്തുകളിൽ ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം ബീജാന്നത്തിൽ. ഏകബീജ പത്രസസ്യങ്ങളുടെ വിത്തുകളിൽ ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്നത് ബീജാന്നത്തിലാണ്. വിളപര്യത്തിന് ഉപയോഗിക്കുന്ന സസ്യവിഭാഗം ഏതാണ്? ഉത്തരം പയറുവർഗം. വിളപര്യത്തിന് ഉപയോഗിക്കുന്ന സസ്യവിഭാഗമാണ് പയറുവർഗം. ഗോതമ്പിലെ പ്രധാന പോഷകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം അന്നജവും മാംസ്യവും. ഗോതമ്പിലെ പ്രധാന പോഷകങ്ങളാണ് അന്നജവും മാംസ്യവും. പയറുവർഗ സസ്യങ്ങളിലെ വേരുകളുടെ മുഴകളെ എന്താണ് പറയുന്നത്? ഉത്തരം മൂലാർബുദങ്ങൾ. പയറുവർഗ സസ്യങ്ങളിലെ വേരുകളുടെ മുഴകളെ മൂലാർബുദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മൂലാർബുദങ്ങളിലെ ബാക്ടീരിയകളെ വിളിക്കുന്ന പേര്? ഉത്തരം റൈസോബിയം. മൂലാർബുദങ്ങളിലെ ബാക്ടീരിയകളെ റൈസോബിയം എന്നാണ് വിളിക്കുന്നത്.
സസ്യലോകത്തെ അയഡിൻ സ്രോതസ് ഏതാണ്? ഉത്തരം ബ്രൗൺ ആൽഗ. സസ്യലോകത്തെ അയഡിൻ സ്രോതസ്സാണ് ബ്രൗൺ ആൽഗ. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളെ വിളിക്കുന്ന പേര്? ഉത്തരം റൈസോബിയം. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയകളെ വിളിക്കുന്ന പേരാണ് റൈസോബിയം.